Dear students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസിൽ കൾച്ചറിനെ കുറിച്ചാണ്. മസിൽ ഈസ് ദ കോമൺ ടേം ഫ്രീക്വൻലി അപ്ലൈഡ് ടു എഡിബിൾ ബൈവാൽവ്സ് ഓഫ് ദ മറൈൻ ഫാമിലി മൈറ്റിലിഡേ. സാധാരണ മൈറ്റിലിഡേ എന്ന് പറഞ്ഞ മറൈൻ ഫാമിലിയിലുള്ള എഡിബിൾ ആയിട്ടുള്ള ബൈവാൽവ്സിനെയാണ് നമ്മൾ സാധാരണ മസിൽ എന്ന് പറയുന്നത്. മസിൽ ഫാമിംഗ് ഹാസ് എ ലോങ് ഹിസ്റ്ററി ദാറ്റ് ഡേറ്റ്സ് ബാക്ക് ടു ദ 13th സെഞ്ചുറി. അപ്പം 13th സെഞ്ചുറി കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ച ഒരു കൃഷിയാണ് ഈ മസിൽ ഫാമിംഗ്. The main producers of mussels are the countries such as China, Korea, Spain, Netherlands, Denmark, Philippines, France and New Zealand. ഏകദേശം 17 സ്പീഷീസ് ഓഫ് എഡിബിൾ മസിൽസ് കൾച്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇത് ഇത്രത്തോളം ഒരു പ്രചാരം എത്താനുള്ള കാരണം തന്നെ നമ്മുടെ തീരങ്ങളിൽ ഇന്റർടൈഡൽ സോൺ ാണ് ഇവരുടെ ഒരു ഹാർഡ് സബ്സ്ട്രേറ്റത്തിലൊക്കെയാണ് ഇവരുടെ ഗ്രോത്തിന് അനുയോജ്യമായ സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കൾച്ചർ ടെക്നിക്കാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പ്രചാരവും. മാരികൾച്ചർ ഓഫ് ബൈവാൽവ്സ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ മീറ്റിംഗ് ദ ഇൻക്രീസിംഗ് പ്രോട്ടീൻ ഡിമാൻഡ്സ് ഓഫ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ. കൂടാതെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന പ്രോട്ടീൻ ഡിമാൻഡിനനുസരിച്ചൊരു നല്ല പരിഹാരം എന്ന നിലയിൽ തന്നെ ഈ ബൈവാൽവ്സിൻ്റെ അല്ലെങ്കിൽ ഈ മസിൽ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഒരു പ്രോട്ടീൻ ഫുഡായിട്ടാണ് ഈ മസിൽസിനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാരികൾച്ചറിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഫാമിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നല്ല ആയിട്ട് എൻവയോൺമെൻറ്റൽ എക്കോളജിക്കൽ സീസണൽ ഫാക്ടേഴ്സ് ഒക്കെ നല്ലതായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. മസിൽ മീറ്റ് എന്ന് പറയുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ടും റിച്ച് ആയിട്ടും നിരവധി ന്യൂട്രിയൻസ് അതിൽ കാണുന്നുണ്ട്. ഗ്ലൈക്കോജൻ 6 മുതൽ 8% വരെ, പ്രോട്ടീൻ 11 മുതൽ 13% വരെ, ഫാറ്റ് 2 to 3%. കൂടാതെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന് പുറമെ മസിൽ ഷെല്ല് എന്ന് പറയുന്നത് നല്ലൊരു ലൈമും മാന്യൂറുമാണ്. സാധാരണ ഇങ്ങനെ മസിൽസിനെ കൾച്ചേർഡ് മസിൽസിൽ ലോകത്ത് 1ാം നിരയിലുള്ളത് ചൈനയാണ്. നമ്മുടെ ഇന്ത്യയിൽ മലബാർ ഏരിയയിലാണ് കൂടുതലായിട്ട് മസിൽ കൾച്ചറിൽ പ്രസിദ്ധമായിരിക്കുന്നത്. ഇൻ ഇന്ത്യ 2 സ്പീഷീസ് ഓഫ് മറൈൻ മസിൽസ് കമ്മിങ് അണ്ടർ ദ ജീനസ് പെർന, നെയ്മിലി പെർന വെർഡിസ് ആൻഡ് പെർന ഇൻഡിക്ക. ഇതാണ് സാധാരണയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കൾച്ചർ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സ്പീഷീസുകൾ. ഈ 2 സ്പീഷീസിൻ്റെയും ഫാമിങ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെർന വെർഡിസിനെ ഗ്രീൻ മസിൽ എന്നും പെർന ഇൻഡിക്കയെ ബ്രൗൺ മസിൽ എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രീൻ മസിൽ നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം കാണപ്പെടുന്നു. കൂടുതലും കേരളത്തിലെ എക്സ്റ്റെൻഡിങ് ഫ്രം കൊയിലോൺ ടു കാസർഗോഡ് റീജിയൻ വരെയാണ് കാണുന്നത്. ഇവർ ഇന്റർടൈഡൽ റീജിയനിലാണ് കൂടുതൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. 15 മീറ്റർ ഡെപ്ത് വരെയാണ് ഇവരെ കാണപ്പെടുന്നത്. എന്നാൽ ബ്രൗൺ മസിൽസ് ആണെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ്. അപ്പോൾ കേരളയാണ് നമ്മൾ സാധാരണ മസിൽ ഫിഷറി സോൺ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ. അപ്പോൾ ഇവിടെ 2 മസിൽസും അനുയോജ്യമായ രീതിയിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് വേൾഡ് ക്യാപ്ചർ പ്രൊഡക്ഷൻ മോളസ്കസിൻ്റെ കാണിച്ചിരിക്കുന്നത്. 2006 മുതൽ 2012 വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടി വരുന്നതായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൂടുന്നൊരു ട്രെൻഡ് വന്ന് പിന്നീട് കുറച്ച് ഡിക്ലൈൻ ചെയ്ത് പിന്നീട് അത് ഒരേപോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിൽ പോകുന്നതായിട്ട് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇന്ത്യയിൽ ഈ മസിൽസിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. 2000 തൊട്ട് 2008 ആയപ്പോഴത്തേക്ക് അത് കൂടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ഗ്ലോബലി ഈ രണ്ട് സ്പീഷീസിൻ്റെയും പ്രൊഡക്ഷൻ അതിൻ്റെ ടൺസ് ആ ഒരു ഇതാണ്. അതും കൂടുതലായിട്ട് നമുക്ക് കാണാം. പെർണ വിർഡിസ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ വഴി ഒരുപാട് ഇത് പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണാം. ക്യാപ്ചർ വഴി നോർമലിൽ അത് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സാധാരണ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അലോങ് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. ചിൽക്ക ലേക്ക്, കാക്കിനാഡ, മദ്രാസ്, പോണ്ടിച്ചേരി, കൂടല്ലൂർ, കൊയിലോൺ, ആലപ്പി, കൊച്ചിൻ, കാലിക്കട്ട്, കാസർഗോഡ് എന്ന് തുടങ്ങി ഗൾഫ് ഓഫ് കച്ച് വരെ, മാൽവാൻ ആൻഡ് ഗൾഫ് ഓഫ് കച്ച് വരെ ഇത് കാണപ്പെടുന്നു. സാധാരണ നമ്മുടെ ഗ്രീൻ മസിൽസ് കാലിക്കട്ട് ടു കാസർഗോഡ് വരെ കാണുന്നു. ബ്രൗൺ മസിൽസ് ആണെങ്കിൽ കൊയിലോൺ ടു കന്യാകുമാരിയുടെ തീരങ്ങളിലാണ് ധാരാളം കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ ബ്രൗൺ മസിൽ എന്ന് വിളിക്കുന്ന പെർണ ഇൻഡിക്കയും ഇത് ഗ്രീൻ മസിൽ പെർണ വിർഡിസും. ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ. ഇവർ ഫാമിലി മൈറ്റിലിഡയിൽ വരുന്നതാണ്. ജീനസ് പെർണ, സ്പീഷ്യസ് ഇൻഡിക്ക, വിർഡിസ്. അപ്പോൾ ഈ വിർഡിസിനെയാണ് നമ്മൾ ഗ്രീൻ മസിൽ എന്നറിയപ്പെടുന്നത്. ഇൻഡിക്കയാണ് ബ്രൗൺ മസിൽ. തിരിച്ചറിയുന്നത് ഇത് തന്നെയാണ്. എക്സ്റ്റേണൽ കളർ ഡാർക്ക് ബ്രൗൺ ആണ് പെർണ ഇൻഡിക്ക ആണെങ്കിൽ, വിർഡിസ് ഗ്രീൻ കളർ. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഹാബിറ്റാറ്റ്. മസിൽ ഇൻഹാബിറ്റ്സ് ലിറ്റോറൽ ആൻഡ് സബ്ലിറ്റോറൽ വാട്ടേഴ്സ് റിച്ച് ഇൻ പ്ലാങ്ക്ടൺ ആണ് ഓർഗാനിക് മാറ്റർ. പ്ലാങ്ക്ടണും ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ടുള്ള ലിറ്റോറൽ, സബ്ലിറ്റോറൽ, അത് തീരത്തിനോട് നിയർ ഷോർ റീജിയൻസിലായിട്ട്, ഇൻ്റർടൈഡൽ റീജിയൻസിലായിട്ടാണ് ഇവർ കൂടുതൽ കാണപ്പെടുന്നത്. അവിടെ അബണ്ടൻ്റ് ആണ് പ്ലാങ്ക്ടൺസ് ഒക്കെ. അവർക്ക് ഫുഡ് നല്ല അബണ്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ റീജിയൻസിനെ ലൊക്കേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. The animal attaches to the substratum by means of a byssus, threads to rock, stone and other hard substrate. ഇവർ ഏതെങ്കിലും ഒരു ഹാർഡ് സബ്സ്ട്രേറ്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. Environmental conditions, they occur in brackish water from 20 and open sea up to 40 ppt and depth up to 20 meter. ഇനി ബ്രാക്കിഷ് വാട്ടറിലാണെങ്കിൽ 20 പാർട്സ് പെർ 1000, അതേപോലെ ഓപ്പൺ സീയിലാണെങ്കിൽ 40 പാർട്സ് പെർ 1000 ഒക്കെയാണ് ഇവർക്ക് ഇഷ്ടമുള്ള ഫേവറബിൾ ആയിട്ടുള്ള സലിനിറ്റി കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ അവരുടെ ഡെപ്ത് ആണെങ്കിൽ 20 മീറ്റർ, ആ ഒരു റേഞ്ചിലാണ് ഇവർ ധാരാളം കാണപ്പെടുന്നത്. മസിൽസ് ആർ സീലിയറി മ്യൂക്കോയിഡ് ഫിൽട്ടർ ഫീഡേഴ്സ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇവർ മ്യൂക്കോയിഡ് ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്. വിച്ച് ഫീഡ് ഓൺ ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺ ആൻഡ് ഡെട്രിറ്റസ്. നേരത്തെ പറഞ്ഞു ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫൈറ്റോപ്ലാങ്ക്ടൺ ആവാം, സൂപ്ലാങ്ക്ടൺ ആവാം, അതുപോലെ ഡെട്രിറ്റസ് ആയിട്ടുള്ള ഡെഡ് ഡീക്കേ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാവാം. ഇറ്റ് ഹാസ് 4 rows of gills which serves as both respiratory organ and filter feeding apparatus. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും 4 റോയ്സിൽ ഗിൽസ് ഉണ്ട്. ഇത് റെസ്പിറേഷന് വേണ്ടിയും അതുപോലെ ഇത് ഫിൽട്ടർ ഫീഡിങ് അപ്പാരച്ചസ് ആയിട്ടും ഇതിനെ സഹായിക്കുന്നു, ഇതിനെ ഫീഡ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഷെൽട്ടേർഡ് ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ഷെൽട്ടേർഡ് ഏരിയ ആണ്. ക്ലിയർ വാട്ടർ വേണം, പ്ലാന്റൻസ് നല്ല അവൈലബിൾ ആയിരിക്കണം, മോഡറേറ്റ് വാട്ടർ കറണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ മസിൽ കൾച്ചറിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സലിനിറ്റി 30-35 ppt ആയിരിക്കണം. ഇവർക്ക് 21 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിരിക്കണം. വലിയ കാറ്റോ അല്ലെങ്കിൽ വലിയ തിരമാലകളോ ഒക്കെ ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ നശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം. ഇവർക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കണം ഇവരെ നമ്മൾ കൾച്ചർ ചെയ്യേണ്ടത്. അതുപോലെ ഇവരെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുമ്പം എക്സസീവ് ഫ്ലഡ് വാട്ടേഴ്സ് ഒന്നും ഇല്ല, പെട്ടെന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാത്തൊരു സ്ഥലം ഒക്കെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ flood waters would instantly change the temperature and salinity of the sea water which may adversely affect the muscle. പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നൊക്കെ സ്ഥലമാണെങ്കിൽ അവിടെ അവരുടെ ടെമ്പറേച്ചറിലൊക്കെ വേരിയേഷൻ ഉണ്ടാകാം, സലിനിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാക്കാം. അത് ഇവരുടെ ഫാമിങ്ങിനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സാധാരണ കൾച്ചേർഡ് മസിൽസ് നമുക്ക് മാർക്കറ്റബിൾ സൈസ് എന്ന് പറയുമ്പോൾ 60 മുതൽ 64 മില്ലിമീറ്റർ ആണ്. 5 മാസം കൊണ്ട് അവർ ആ ഒരു ഗ്രോത്തിലെത്തും. ആൻഡ് ഇൻ 11 months ദേ റീച്ച്ഡ് 85 months. 11 മാസം ആകുമ്പോഴത്തേക്ക് അവർ ഏകദേശം 85 മില്ലിമീറ്റർ വരെ നീളം അവരുടെ ഗ്രോത്ത് എത്താറുണ്ട്.
അത് ആ സൈസ് എത്തുമ്പോൾ നമുക്ക് അവരെ മാർക്കറ്റിൽ കൊണ്ടുപോയി നമുക്ക് മാർക്കറ്റബിൾ ചെയ്യാൻ പറ്റുന്ന സൈസാണ്. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ദ മസിൽസ് സെക്സസ് ആർ സെപ്പറേറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ലാർവൽ ഡെവലപ്മെൻറ്റ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് എഡിബിൾ ഓയിസ്റ്റേഴ്സ്. സാധാരണ എഡിബിൾ ഓയിസ്റ്റേഴ്സിൻ്റെ പോലെ തന്നെയാണ് ഇവരുടെ റീപ്രൊഡക്ഷനും. മെയിൽ ഗൊണാഡ് ഈസ് ക്രീമി വൈറ്റ് ആൻഡ് ഫീമെയിൽ ഇറ്റ് ഈസ് പിങ്ക് ഓർ റെഡിഷ്. The muscles attain maturity at a very small length. The green muscle attain maturity at 15.5 to 28 millimeter ആകുമ്പോൾ തന്നെ അത് സെക്ഷൽ മെച്യൂരിറ്റി എത്തിക്കഴിയും. ഇവരുടെ സ്പോണിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ മസിൽസിൻ്റെ സാധാരണ ജാനുവരി ടു മെയ് ആണ്. മദ്രാസ്, ഗോവ ഇയർ റൗണ്ട് ആ സമയങ്ങളിലാണ്. കാലിക്കട്ട് റീജിയൻസിൽ ഓഗസ്റ്റ് ടു ഒക്ടോബർ ആൻഡ് രത്നഗിരിയിൽ ജൂൺ, സെപ്റ്റംബർ, ഫെബ്രുവരി, മാർച്ച് റീജിയൻസിലാണ്. അപ്പോൾ ക്ലൈമറ്റിനും സലിനിറ്റിക്കും നല്ലൊരു പങ്കുണ്ട് ഇവരുടെ ഡെവലപ്മെൻറ്റിൽ. ഇപ്പോൾ വിഴിഞ്ഞം ബ്രൗൺ മസിൽസ് ആണെങ്കിൽ മെയ്യുടെ അവസാന ഭാഗങ്ങളിലും സെപ്റ്റംബറിലൊക്കെയാണ്, അതുപോലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്തൊക്കെയാണ് അവർ സ്പോണിങ് നടത്തുന്നത്. ഇതാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റുള്ള എംബ്രിയോണിക് സ്റ്റേജ്. ഈ എംബ്രിയോണിക് സ്റ്റേജിൽ ഒരു ട്രോക്കോഫോർ ലാർവയായിട്ട് മാറും. അത് വെലിജർ ലാർവയാവും. പിന്നെ അത് ഏർലി ലാർവയായിട്ട് മാറും. പിന്നെ ലേറ്റ് ലാർവ, പിന്നെ ഐഡ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് മാറും. പിന്നീട് അത് പെഡി വെലിജർ സ്റ്റേജ്, പിന്നെ പ്ലാങ്ക്റ്റിഗ്രീഡ്, സ്പാറ്റായിട്ട് മാറും. ഇതാണ് അഡൾട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫാമിംഗ് ടെക്നിക്സ് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ ഇവിടെ നമുക്ക് പറയാനുള്ളത് പല ടൈപ്പിലുള്ള ഫാമിംഗ് ടെക്നിക്സ് നമുക്കിവിടെ ഉപയോഗിക്കാം. മസിൽസ് സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മസിൽ ഫാമിംഗ് പ്രോട്ടോകോൾ വെച്ചിട്ട് 2 സ്പീഷീസാണ് നമ്മൾ പറഞ്ഞു, ബ്രൗൺ മസിലും ഗ്രീൻ മസിലും. അപ്പം നമുക്ക് ഹാച്ചറി ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഹാച്ചറി ടെക്നോളജി ഉണ്ട്, പക്ഷേ കൊമേഴ്ഷ്യലി നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സീഡ് 15 മുതൽ 30 മില്ലിമീറ്റർ വരെ വലിപ്പത്തിലുള്ള സീഡുകളെ കളക്ട് ചെയ്ത് നാച്ചുറൽ ബെഡും നമുക്ക് ഉണ്ടാക്കാം. ഇൻ്റർറ്റൈഡൽ ഏരിയാസിൽ വലിയ തിരകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്കൊരു നാച്ചുറൽ ബെഡ് ഇവരുടെ ഗ്രോത്തിനായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് റോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹാച്ചറി ടെക്നോളജി ആണെങ്കിൽ അത് ഓപ്പൺ അല്ലാത്ത സ്ഥലത്ത് ഈ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ബോഡിയിലല്ലാതെ ഹാച്ചറിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഹാച്ചറിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് അത്രത്തോളം എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നാച്ചുറൽ ബെഡിൽ ഇൻ്റർറ്റൈഡൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ റോപ്പ് കൾച്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് ധാരാളം ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ സീയിലാണ് ചെയ്യുന്നത്. ഈ റോപ്പ് കൾച്ചർ നമുക്ക് എസ്റ്ററി ബാക്ക് വാട്ടറിലും ചെയ്യാം. അപ്പോൾ സിന്തറ്റിക് മെഷ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പെരിമെൻ്റൽ അടിസ്ഥാനത്തിൽ നമുക്ക് ഹാച്ചറിയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എസ്റ്ററിയിലും ഇത് ചെയ്യാം. ഈ റോപ്പ് കൾച്ചർ എപ്പോഴും ഓപ്പൺ സീയിലേ പറ്റും. അപ്പോൾ ഓപ്പൺ സീയിൽ സാധാരണ ചെയ്യുന്ന റാഫ്റ്റ് ഉപയോഗിച്ചൊരെണ്ണമുണ്ട്, പിന്നെ ലോങ് ലൈൻ ഉണ്ട്. അപ്പോൾ എസ്റ്ററിയിലും ഇത് ചെയ്യാറുണ്ട്, റാക്ക്. അപ്പം ഈ ലോങ് ലൈൻ ആകുമ്പോഴത്തേക്ക് ഇത് മൂന്നും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഡീപ്പുറേഷൻ പ്രോസസ്സിങ് വഴി നമുക്കതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മസിൽസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ സീഡ് കളക്ഷൻ. അപ്പോൾ നമ്മൾ സീഡ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സൈറ്റ് സെലക്ഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രധാനമായിട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടേഴ്സാണ് ഏരിയ ഓഫ് ലൊക്കേഷൻ, അവിടുത്തെ സബ്സ്ട്രേറ്റ് എങ്ങനെയാണ്, ഇവർക്ക് അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റുമോ, വാട്ടർ ഡെപ്ത്, എക്സ്പോഷർ, വാട്ടർ മൂവ്മെൻറ്റ്, ടർബിഡിറ്റി, സെലിനിറ്റി, ടെമ്പറേച്ചർ, ഡിസോൾവ്ഡ് ഓക്സിജൻ, വാട്ടർ pH, ഫുഡ് അവൈലബിലിറ്റി, സോഴ്സസ് ഓഫ് സീഡ്, പ്രിഡേറ്റേഴ്സ്, പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള പ്രൈമറി ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം സൈറ്റ് സെലക്ട് ചെയ്യാൻ. അതുപോലെ സെക്കൻഡറി ഫാക്ടേഴ്സായ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, റിസോഴ്സ് കോമ്പറ്റീഷൻ, എക്കണോമിക് കൺസിഡറേഷൻ, പൗച്ചിങ്, ഇത്രയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇവിടെ പറയുന്നുണ്ട് ഓപ്പൺ സീ ആൻഡ് എസ്റ്ററൈൻ ഏരിയ ഫ്രീ ഫ്രം സ്ട്രോങ് വേവ് ആക്ഷൻ മേ ബി സെലക്റ്റഡ്. അപ്പോൾ ഓപ്പൺ സീ ഏരിയ നമുക്ക് എടുക്കാം, അവിടെ വലിയ ശക്തമായ തിരമാലകളൊന്നുമില്ല, ക്ലിയർ സീ വാട്ടർ ആയിരിക്കണം, ഹൈ പ്ലാങ്ക്ടൺ പ്രൊഡക്ഷൻ ഒക്കെയാണ് ഇവരുടെ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം. മോഡറേറ്റ് വാട്ടർ കറണ്ട് വിൽ ബ്രിങ് ദ റിക്വയർഡ് പ്ലാങ്ക്ടോണിക് ഫുഡ് ആൻഡ് വിൽ ക്യാരി അവേ ദ വേസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള വാട്ടർ കറണ്ട് ഉള്ള സ്ഥലത്താകുമ്പോൾ നല്ല പ്ലാങ്ക്ടൺസും കാണും. സൈറ്റ് സെലക്ടഡ് ഷുഡ് ബി ഫ്രീ ഫ്രം ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസ്
വളരെ കുറവുള്ള സ്ഥലത്ത് മാത്രമേ ഇവർ ധാരാളം കാണുകയുള്ളൂ. ഫേവറബിൾ വാട്ടർ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇവരുടെ കൾച്ചറിന് 2 മീറ്റർ ആൻഡ് എബോവ് സലിനിറ്റി റേഞ്ച് ഓഫ് 30 to 35 ppt ഈസ് ഐഡിയൽ ഫോർ ബോത്ത് ഗ്രീൻ ആൻഡ് ബ്രൗൺ മസിൽ. വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 27 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ 21 to 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവർക്ക് അനുയോജ്യമാണ്. സീഡ് കളക്ഷനകത്താണെങ്കിൽ നമുക്ക് പറയാം ഹെൽത്തി സീഡ് ഫ്രം ദ നാച്ചുറൽ ബെഡർ ടു ബി കളക്റ്റഡ് ഫോർ സീഡിങ്. നമുക്ക് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ പോയി അവിടെ നിന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സീഡുകളെ കളക്ട് ചെയ്യാം. രണ്ടാമത് അത് സൈറ്റ് സെലക്ടഡ് ഫോർ കളക്ഷൻ ഓഫ് സീഡ് ഷുഡ് ബി ഫ്രീ ഫ്രം പൊല്യൂട്ടൻസ്. അപ്പോൾ പൊല്യൂഷനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്. സീഡ് കളക്റ്റഡ് ഫ്രം ദ സബ്മേർജ്ഡ് ഏരിയ വിൽ ബി ഹെൽത്തിയർ. സബ്മേർജ്ഡ് ഏരിയസിൽ ആണ് ഏറ്റവും നല്ല സീഡുകൾ കിട്ടുക. ആഫ്റ്റർ റിമൂവിങ് അതർ ഓർഗാനിസംസ് ആൻഡ് വീഡ് ദ സീഡ് മേ ബി വാഷ്ഡ് thoroughly ഇൻ സീ വാട്ടർ. നമ്മൾ കളക്ട് ചെയ്ത സീഡിനെ കൊണ്ടുവന്ന് അതിനകത്തുള്ള വീഡ്സ് ഒക്കെ ധാരാളം കാണും, അതെല്ലാം മാറ്റി അതിനെ വാഷ് ചെയ്ത് നീറ്റാക്കി എടുക്കുക. ഐഡിയൽ സൈസ് എന്ന് പറയുമ്പോൾ 20 മുതൽ 25 മില്ലിമീറ്റർ വരെയാണ്. ഏകദേശം 500 മുതൽ 750 ഗ്രാം ഓഫ് സീഡ് വിൽ ബി റിക്വയർഡ് ഫോർ സീഡിങ് ഓൺ 1 മീറ്റർ ലെങ്ത് ഓഫ് റോപ്പ്. On 1 meter length of rope. The length of rope is decided by considering the depth where the raft or rack is positioned. നമ്മൾ ഈ റാക്ക് പൊസിഷൻ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് റോപ്പിൻ്റെ ലെങ്ത് നിശ്ചയിക്കാം. നൈലോൺ റോപ്പ് ആകുമ്പോൾ ഏകദേശം 12 മുതൽ 14 മില്ലിമീറ്റർ വരെയോ 15 മുതൽ 20 മില്ലിമീറ്റർ കയർ റോപ്പും നമുക്ക് സാധാരണ സീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഓൾഡ് കോട്ടൺ നെറ്റ്, കോട്ടൺ മൊസ്കിറ്റോ നെറ്റ് ഓർ ചീപ്പ് കോട്ടൺ ക്ലോത്ത്, ഇതൊക്കെയാണ് സാധാരണ സീഡുകളെ കവർ ചെയ്യാൻ നമുക്ക് റോപ്പിന് ചുറ്റും ഉപയോഗിക്കാൻ പറ്റുന്നത്. കോട്ടൺ നെറ്റിംഗ് ഓഫ് റിക്വയർഡ് വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഈസ് സ്പ്രെഡിങ് ഓവർ ഇറ്റ്. ആഫ്റ്റർ പ്ലേസിംഗ് ദ റോപ്പ് ഓവർ ദ സീഡ് ദ നെറ്റ് ഈസ് ടൈറ്റ്ലി സ്റ്റിച്ചഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സീഡ് സ്പ്രെഡ് യൂണിഫോംലി അറൗണ്ട് ദ റോപ്പ്. അപ്പോൾ നമ്മൾ റോപ്പ് ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ നെറ്റ് പതുക്കെ അതിൽ സ്റ്റിച്ച് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സീഡ് പതുക്കെ അതിലോട്ട് യൂണിഫോം ആയിട്ട് നമുക്ക് ആ റോപ്പിന് ചുറ്റും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ റോപ്പിൽ അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണിത്. സാധാരണ ഇവരുടെ സ്പാറ്റിൻ്റെ പ്രൊഡക്ഷന് ഹാച്ചറിയിലേക്ക് വേണ്ടി നമുക്ക് സ്പാറ്റിനെ എടുക്കാം. പെർണാബ്രിഡിസിൻ്റെത് CMFRI ആണ് മദ്രാസിലുള്ള, അവരാണ് ഈ പറഞ്ഞ പോലെ പെർണ ഇൻഡിക്കയുടെ വിഴിഞ്ഞത്തുള്ളവരും കൂടെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത്. അറ്റ് ഗോവ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി ഓൾസോ ഹാസ് അച്ചീവ്ഡ് സ്പാറ്റ് പ്രൊഡക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഗ്രീൻ മസിൽ. അപ്പോൾ ഗ്രീൻ മസിൽസിൻ്റെ ഒരു സ്പാറ്റ് പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ NIO ആണ്. അതുപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് സ്പാറ്റിൻ ഹാച്ചറി ഹാസ് നോട്ട് ബീൻ ട്രൈഡ് ഇൻ അവർ കൺട്രി. അപ്പം നമ്മുടെ കൺട്രിയിൽ അത് കുറവാണ്. ഇനി കൾച്ചർ മെത്തേഡ് നോക്കാം. റാഫ്റ്റ് കൾച്ചറും ലോങ് ലൈൻ കൾച്ചർ മെത്തേഡുമാണ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇൻഡ്യൂസ്ഡ് സ്പോണിങ് എന്താണെന്ന് പറയണം. ഇൻഡ്യൂസ്ഡ് സ്പോണിങ് എന്ന് വെച്ചാൽ മെച്ചർ മസിൽസ് ആർ കളക്റ്റഡ് ഫ്രം ദ നാച്ചുറൽ ബെഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ സ്പോണിങ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. അപ്പോൾ നമുക്ക് മെച്ചറായിട്ടുള്ള മസിൽസിനെ കളക്ട് ചെയ്തെടുക്കാം നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്ന്. എന്നിട്ട് അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്പോണിങ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്പോണിങ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മസിൽസിനെ കളക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിൽ കളക്ട് ചെയ്താൽ അതിൽ സ്പോണിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതാ പറഞ്ഞത് റഫ് ഹാൻഡ്ലിങ്. അതുപോലെ സെൻസിറ്റൈസിങ് ദ അഡക്ടർ മസിൽ, അവരുടെ അഡക്ടർ മസിൽസിനെ സെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്പോണിങ് പെട്ടെന്ന് നടക്കും. അതുപോലെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ 6% ഹൈഡ്രജൻ പെറോക്സൈഡിലോ 2 hours നമ്മൾ ഡിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ pH 9 pH ഉള്ളൊരു വാട്ടർ സൊല്യൂഷൻസിൽ 1-2 മണിക്കൂർ നമ്മൾ മുക്കി വെക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫ്രഷ് വാട്ടറിലോട്ട് മാറ്റുക. അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡോ ബേരിയം ക്ലോറൈഡിലോ ഡിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ പതുക്കെ ആ വാട്ടറിൻ്റെ ഇത് കാണുന്ന ആ
ഇതുള്ള കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ ടാങ്കിൻ്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തി കൊടുക്കുക. ഈ പറഞ്ഞ ഏതെങ്കിലും ടെക്നിക്ക് വഴി നമുക്ക് അവരുടെ സ്പോണിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡാണ് ഇൻക്രീസിങ് വാട്ടർ ടെമ്പറേച്ചർ ഗ്രാജുവലി ടു റേസ് ബൈ 4 ഡിഗ്രി സെൽഷ്യസ്. ഇതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളോ കെമിക്കൽസോ ഒന്നും ഇല്ലാത്ത സേഫ് മെത്തേഡാണ്. അപ്പോൾ ഫീമെയിൽസിനെയും മെയിൽസിനെയും നമ്മൾ സ്പോണിങ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പോണിങ് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ട്രാൻസ്ഫേർഡ് ടു പ്യുവർ സീ വാട്ടറിലോട്ട് മാറ്റുന്നു. വേറെ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ഡെവലപ്പ് ഇൻറ്റു ലാർവ. അങ്ങനെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ലാർവയായിട്ട് മാറുന്നു. ഫ്രീ സ്വിംഗ് ലാർവയെ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ വളർത്താൻ വേണ്ടി ഹാച്ചറിയിലോട്ട് മാറ്റുന്നു. എന്നിട്ട് യൂണിസെല്ലുലർ ആൽഗയെ നമ്മൾ ഫീഡാക്കി കൊടുക്കുന്നു. ദ സ്പാറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഫ്രം 20th ഡേ ഓൺവേർഡ്സ് ഓൺ കയർ റോപ്പ്. അപ്പോൾ അതൊക്കെ ഈ കയർ റോപ്പിൽ നമ്മളിവിടെ നേരത്തെ കണ്ട ഈ കയർ റോപ്പിൽ പതുക്കെ ഇവർ 20 ദിവസം ആകുമ്പോഴത്തേക്ക് പതുക്കെ റോപ്പിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങും. എന്നിട്ട് അല്ലെങ്കിൽ കോക്കനട്ട് ഷെൽസിലൊക്കെയാണ് ഇവർ അറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ആർ കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ മസിൽ കൾച്ചർ. ഇതിനെ നമുക്കെടുത്ത് മസിൽ കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് മസിൽ കൾച്ചർ മെത്തേഡ് നോക്കാം. സാധാരണ റാഫ്റ്റ് കൾച്ചർ ലോങ് ലൈൻ കൾച്ചറുമാണുള്ളത്. അപ്പോൾ അതിന് ഡീപ്പ് വാട്ടർ കൾച്ചറാണ് ഇത് രണ്ടും. ഇനി ഇൻ്റർടൈഡൽ ഷാലോ വാട്ടർ കൾച്ചറുണ്ട്, അത് റാക്ക് കൾച്ചറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പല വേരിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഹാങ്ങിങ് മെത്തേഡുണ്ട്, പിന്നെ സ്റ്റേക്ക് മെത്തേഡുണ്ട്, ട്രേ കൾച്ചറുണ്ട്, വിങ് വാങ് കൾച്ചർ, റോപ്പ് വെബ് കൾച്ചർ, ബൗച്ചോട്ട് കൾച്ചർ അല്ലെങ്കിൽ പോൾ കൾച്ചർ അല്ലെങ്കിൽ സ്റ്റേക്ക് കൾച്ചർ എന്നൊക്കെ പറയുന്നു. പിന്നെ ലാസ്റ്റ് കൾച്ചറാണ് ബോട്ടം കൾച്ചർ. ഇതും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 3 കൾച്ചർ ടെക്നിക്കുകളിൽ പെടുന്ന ഒന്നാണ്. ഇത് അങ്ങനെ കൊടുത്തിരിക്കുന്ന കൾച്ചറുകൾക്ക് പ്രധാന ചില ഒരു എക്സ്പെരിമെൻ്റൽ സിസ്റ്റമാണ്. ഫസ്റ്റ് നമ്മൾ ഡീക്ലമ്പിംഗ് ആൻഡ് ഗ്രേഡിങ്. ഇതിനെ ഗ്രേഡ് ചെയ്ത് നല്ലത് നോക്കിയെടുക്കുന്നു. ഇത് പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ എടുത്തു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സ്പോണിങ്ങിനായിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തു. സ്പോണിങ് ആൻഡ് ഫീക്കണ്ടേഷൻ. അപ്പോൾ അവർ എഗ്ഗ് ലേ ചെയ്ത് ട്രോക്കോഫോർ ലാർവ ഉണ്ടായി, അത് വെലിജർ ലാർവയായി. അതിൽ മെറ്റമോർഫോസിസ് സെറ്റിൽമെൻറ്റ് നടന്നു. നമ്മൾ കോക്കനട്ട് നമ്മുടെ ചകിരിയുടെ കയറ് വെച്ചിട്ട് നമ്മൾ ഫൈബർ റോപ്പ് വെച്ചിട്ട് ഇൻ്റർടൈഡൽ റീജിയൻസിൽ ഇങ്ങനെയുള്ള സബ്ടൈഡൽസിലൊക്കെ ഇങ്ങനെയുള്ള കേജ് ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ സ്പാറ്റിനെ ഇടുന്നു. ഇത് പല ടെക്നിക്ക്. ഇത് ലോങ് ലൈൻ കൾച്ചർ, ഇത് ബൗച്ചറ്റ്. ഇത് അവസാനം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ ഹാർവെസ്റ്റിംഗ് ആവും. ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ഗ്രേഡ് ചെയ്തു പ്രോഡക്റ്റാക്കി മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ബോട്ടം കൾച്ചറാണ്. ബോട്ടം കൾച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ വിത്ത് ഹാർഡ് സബ്സ്ട്രേറ്റ് ഉള്ള സ്ഥലത്തൊക്കെയാണ് ബോട്ടം കൾച്ചർ ഉപയോഗിക്കുന്നത്. ഷാലോ ഏരിയ സാധാരണ നമ്മളിതിന് ഷാലോ ഏരിയയിൽ നിന്നുള്ള സീഡ് കളക്ട് ചെയ്ത് ഈ ഏരിയയിലോട്ട് കൊണ്ടുവരും. ഇന്ത്യയിൽ സാധാരണ കാണുന്നില്ല ഇത്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് പോൾ കൾച്ചർ. അപ്പോൾ പോൾ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പോൾ കൾച്ചർ മെത്തേഡ് ക്യാൻ ബി പ്രാക്ടീസ്ഡ് ഇൻ മഡി കോസ്റ്റ് വിത്ത് മാർക്കഡ് ടൈഡൽ വേരിയേഷൻ. അപ്പോൾ മഡി കോസ്റ്റിൽ ചെളി നിറഞ്ഞ കോസ്റ്റിലോ അതുപോലെ തന്നെ നല്ല ടൈഡ് വേരിയേഷനുള്ള സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. ഒരു വുഡൻ പോൾ എടുത്തു 3 മുതൽ 6 മീറ്റർ ലെങ്ത്തുള്ള. അതിനകത്തോട്ട് അത് ബോട്ടത്തിലോ അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇൻ്റർടൈഡൽ ഏരിയാസിലാണ് ഇതുകൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ഇതിനെ കവർ ചെയ്യുന്നു. അതിൻ്റെ ബോട്ടം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സ്പാറ്റിനെ, അതായത് മസിൽസിൻ്റെ കുഞ്ഞുങ്ങളെ അതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു കയർ റോപ്പിൽ കെട്ടിയിരിക്കുന്ന നെറ്റിലോട്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ നെറ്റ് കൊണ്ട് പൊതിഞ്ഞ് അതിനെ നമ്മളൊരു അയൺ നെയിൽ ഫിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മളതിനെ ഒരിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. ഏകദേശം 12 മുതൽ 18 മാസം കഴിയുമ്പോൾ നമുക്ക് മസിൽസിനെ ഹാർവെസ്റ്റ് ചെയ്യാം. ഇതിന് അടുത്താണ് റാഫ്റ്റ് കൾച്ചർ. അപ്പോൾ റാഫ്റ്റ് കൾച്ചറിൽ പറയുകയാണെങ്കിൽ റാഫ്റ്റ് കൾച്ചർ എന്ന് പറയുമ്പോൾ ദ റാഫ്റ്റ് കൾച്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻറ്റൻസീവ് അക്വാകൾച്ചർ. ഏറ്റവും കൂടുതലായിട്ട് കൾച്ചർ ചെയ്യുന്നതിനാണ് ഇൻറ്റൻസീവ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ റാഫ്റ്റ് കൾച്ചർ ഉപയോഗിക്കുന്നത്.
ഈ മസിൽസിനെ നമ്മൾ നമ്മുടെ റോപ്പിൽ ഗ്രോൺ ചെയ്യിച്ചിട്ട് വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് വെക്കും റാഫ്റ്റായിട്ട്. സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡാണിത്. ഇത് ജപ്പാനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ, സ്പെയിനിലൊക്കെ ഈ റാഫ്റ്റ് കൾച്ചർ ധാരാളം എഡിബിൾ ഓയിസ്റ്റേഴ്സിനെ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. USA, കാനഡ, ഫ്രാൻസ് ഒക്കെ ഈ മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഇത് വിഴിഞ്ഞത്തും മണ്ഡപത്തിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. മണ്ഡപം കോസ്റ്റൽ റീജിയൻസിൽ. ഈ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഹാങ്ങിങ് ഡൗൺ ദ ലാർജ് നമ്പർ ഓഫ് തിക്ക് ബട്ട് ലൂസ്ലി വോവൺ കയർ റോപ്പിൽ നമ്മൾ ഇതിടുന്നു. അപ്പോഴത്തേക്ക് അവിടെ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിൽ റാഫ്റ്റ് റെക്റ്റാങ്കുലർ വുഡൻ ഫ്രെയിം കൊണ്ട് അത് കെട്ടി വെച്ചിട്ടുണ്ട്. ബാമ്പു വെച്ച് പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 25 മീറ്റർ മുതൽ 16 മീറ്റർ സൈസാണ് അതിൻ്റെ ആവറേജ്. എന്നിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ഇതിനകത്ത് പതുക്കെ ആങ്കേഴ്സ് വെച്ച് ഇതിനെ കണക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവസാനം 1 മാസം പ്രായമുള്ള സീഡുകളും കൂടെ നമ്മൾ അതിൽ നിക്ഷേപിക്കും. അവസാനം അത് 18 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള മസിൽസിനെ നമുക്ക് മാർക്കറ്റബിൾ സൈസിൽ അതിൽ നിന്ന് കിട്ടും. പിന്നെ ഒന്നാണ് ലോങ് ലൈൻ കൾച്ചർ. അപ്പോൾ ലോങ് ലൈൻ കൾച്ചർ നമുക്ക് നോക്കാം. ലോങ് ലൈൻ കൾച്ചർ എന്ന് പറയുമ്പം അത് ഇതുപോലെ തന്നെയാണ്. ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടും. അതിൽ സ്പാറ്റിടും വെർട്ടിക്കലായിട്ട്. ഇത് ഷാലോ എസ്റ്ററീസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് വെള്ളത്തിൽ ഈ കയറ് പൊങ്ങിക്കിടക്കാൻ സപ്പോർട്ട് ബയോവേഴ്സ് ഒക്കെ അതിനകത്ത് വെക്കും. അടുത്താണ് റാക്ക് കൾച്ചർ. റാക്ക് കൾച്ചർ ഇതുപോലെ തന്നെ വുഡൻ റാക്ക് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് വുഡൻ പോൾസുമായിട്ട് കണക്ട് ചെയ്ത കയറുകൾ വെള്ളത്തിലോട്ട് ഹാങ് ചെയ്തിടാം. അതിൽ സ്പാറ്റ് കാണും. ഇതൊരു ഡൗൺവേർഡായിട്ട് ഇതിനെ സസ്പെൻഡ് ചെയ്ത് വെക്കും. കുറച്ച് കഴിയുമ്പോൾ അതിലും നമുക്ക് 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം മസിൽ ഒരു മാർക്കറ്റബിൾ സൈസായി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പല സൈസ് അനുസരിച്ച് സോർട്ട് ചെയ്തിട്ട് ഇതിനെ മാർക്കറ്റബിളിൽ കൊണ്ടുപോയി നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മസിൽ കൾച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.